ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ കുറേയധികം സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എക്സാം ഡേറ്റ് ഓൾറെഡി നേരത്തെ പബ്ലിഷ് ചെയ്താണ്. അപ്പം എക്സാമിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക, www.gera.in. അപ്പോൾ ഞാൻ എൻ്റെ കോമിക് പേജിൽ നിന്ന് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോയി നോട്ടിഫിക്കേഷൻ, അവിടെയുള്ള നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ്, ലെഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കണം, പ്രസ് റിലീസ് വായിക്കണം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് വായിക്കണം. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പ്രധാനപ്പെട്ട നിങ്ങൾ വായിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രസ് റിലീസ് ക്വിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യണം. ഒന്ന്, എക്സാം മെയ് 30 ആർക്കും സംശയം വേണ്ട, മെയ് 31 അത് ഞായറാഴ്ചയാണ്. എഗെയിൻ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡിഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എന്താണെന്നുള്ളത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈൻ അപേക്ഷയിലെ അപാകതകൾ മൂലം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ സമയമുണ്ട്. അപ്പോൾ 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയത്തിനുള്ളിൽ അത് കറക്റ്റ് ചെയ്യുക. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണ് ഇവിടെ ഈ നോക്കുന്ന. എക്സാമിൻ്റെ സമയം, അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അതിന് സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ, ഇപ്പം ഒരു കുട്ടി ചോദിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് മാറിപ്പോയി, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഓൾറെഡി ഞാൻ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ റെസ്പോൺസ് ഈ വീഡിയോ തരാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷനിലേക്ക് വരും. കോമൺ ഇൻസ്ട്രക്ഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ചധികം ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോയിലൂടെ ഡിസ്ക്രൈബ് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിൽ പറയേണ്ട കാര്യങ്ങൾ, എക്സാമിന് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ആഫ്റ്റർനൂൺ എക്സാം ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 12:30 എൻ്റെ ഓർമ്മ. ഉച്ചയ്ക്ക് ഒരു 1.5 മണിക്കൂർ മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ അനുസരിച്ച് എക്സാം സെന്റേഴ്സിലേക്ക് ട്രാവൽ പ്ലാൻ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡിൽ കളർ പ്രിന്റാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റത്തില്ല, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സാധാരണയായിട്ട് റൈറ്റിംഗ് മെറ്റീരിയൽസ്, ഒരു പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാം. യൂഷ്വലി അവിടുന്ന് ഒരു പെൻ ആൻഡ് പേപ്പർ ഒരു പേപ്പർ റൈറ്റിംഗ് മെറ്റീരിയലായിട്ട് പേപ്പർ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും അത് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി ഇവിടെ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ എറർ ഉണ്ടെങ്കിലും ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബ്രീഫായിട്ട് കുറച്ച് വിശദമായ കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്, അത് നോക്കുക. അഗെയിൻ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബ്രീഫായിട്ട് വൺസ് അഗെയിൻ നിങ്ങൾക്ക് കെമാ ട്രെയിനിങ് വീഡിയോസ് അസസ് ചെയ്യാനായിട്ട് ഇപ്പം 5-6 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ മെമ്പർഷിപ്പ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ കൂടുതൽ ഫാസ്റ്റായിട്ട് കൂടുതൽ റെഗുലർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കെമാ ട്രെയിനിങ്ങിന് ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ 179 പ്ലാനാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. GD ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് 79 പ്ലാൻ, 59 പ്ലാൻ. 179 പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് GD ഇന്റർവ്യൂവിന്റെ കോണ്ടന്റ് കിട്ടും. GD ഇന്റർവ്യൂവിന്റെ കോണ്ടന്റും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് GD ടോപ്പിക്സ്, ഇന്റർവ്യൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും അവസാനം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 179 പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കെമാ ട്രെയിനിങ്ങിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഈ GD ഇന്റർവ്യൂവായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റും. GD ഇന്റർവ്യൂവിന്റെ പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. രണ്ടാമത്തെ കെമാറ്റ് എക്സാം എഴുതുന്ന ആരും തന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം GD ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോസ് മാത്രമേ ഈ പ്ലാനിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാൻ 179 ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഗൂഗിൾ പേ മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ യൂട്യൂബാണ് മറ്റു കാര്യങ്ങൾക്ക് മാനേജ് ചെയ്യുന്നത്. നിങ്ങൾ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നമ്മൾ വരുന്ന വീഡിയോയിലൂടെയൊക്കെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല, പക്ഷേ മറ്റൊരു വീഡിയോയിലൂടെയൊക്കെ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റുകൾ, മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. ഫൈനലി ഫ്രൈഡേ നമുക്കൊരു 3 hour മോക്ക് ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ മോക്ക് ടെസ്റ്റുകൾ നല്ല ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരും. അപ്പം മോക്ക് ടെസ്റ്റുകൾ അസസ് ചെയ്യാനായിട്ടും മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.